മലയാള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാന്ദ്ര തോമസ് മത്സരിക്കുന്നു. AMMയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും. ചരിത്രത്തിൽ ആദ്യമായാണ് ഈ സ്ഥാനങ്ങളിലേക്ക് 2 വനിതാ സ്ഥാനാർത്ഥികൾ. ഇവർ വിജയിച്ചാൽ അത് സ്വർണ്ണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ടതാണ്. 21ാം നൂറ്റാണ്ടിലെങ്കിലും ഈ സ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥികളാകാൻ സ്ത്രീകൾക്ക് അവസരമുണ്ടായതിന് WCC എന്ന സംഘടനയോടും സ്വന്തം ജോലിയും നിലനിൽപ്പും പണയം വെച്ച് അതിന് രൂപം നൽകിയ 18 സ്ത്രീകളോടും ചരിത്രം കടപ്പെട്ടിരിക്കുന്നു. 2 സംഘടനകളും താരതമ്യം ചെയ്യുമ്പോൾ കടുത്ത പോരാട്ടം സാന്ദ്ര തോമസിന്റേത് തന്നെയാണ്. സാന്ദ്രയുടെ ജീവിതം തന്നെ പോരാട്ടം കൂടിയാണല്ലോ. ആദ്യ സിനിമ എടുക്കുമ്പോൾ വെറും 25ാം വയസ്സാണ്. 12 വർഷമായി തുടർച്ചയായി സിനിമ എടുക്കുന്നുമുണ്ട്. 10-30 വർഷമായി ഒരേ ആളുകൾ നയിക്കുന്ന സംഘടന എന്നതാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. ഭാരവാഹികളായ 4 പേർ തനിക്കെതിരെ ചെയ്ത ഗുരുതരമായ ഒരു തെറ്റിനെ സാന്ദ്ര തോമസ് ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ അതിനെതിരെ പരാതിപ്പെട്ടു. അതിന് സാന്ദ്രയെ സംഘടന പുറത്താക്കി. സാന്ദ്ര വളരെ വ്യക്തിപരമായിട്ട് അതിന് കോടതിയിലും പോയി. കോടതി നടപടി സ്റ്റേ ചെയ്തു. തനിക്കെതിരെ കുറ്റകൃത്യം ചെയ്തവർക്കെതിരെ സാന്ദ്ര വീണ്ടും പോലീസിൽ പരാതികൾ നൽകി. പോലീസ് കുറ്റകൃത്യം അന്വേഷിച്ച് തെളിവ് സഹിതം കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചു. എന്നാൽ വളരെ വിദഗ്ധമായിട്ട് ഈ പ്രതികൾ ജാമ്യമെടുത്തു. പക്ഷേ അവർ അതേ സംഘടനയുടെ തന്നെ ഭാരവാഹികളായി തുടരുന്നുമുണ്ട്. എന്നത് മാത്രമല്ല, ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അതേ പദവികളിലേക്ക് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രതിഷേധിച്ചാണ് സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മുടെ ഈ സാന്ദ്ര തോമസ് പാനൽ ഉണ്ടാക്കി മത്സരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന നടന്റെ ആ പേരിലും ഈ ലൈംഗിക അതിക്രമ കേസ് നിലവിലുണ്ട് എന്നതാണ്. നാമനിർദ്ദേശ പത്രിക നൽകാൻ സാന്ദ്ര തോമസ് പോയത് ഒരു കറുത്ത പർദ്ദ ധരിച്ചാണ്. അത് വലിയ വാർത്തയായിരുന്നു. സ്വാഭാവികമായും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെല്ലാം വസ്ത്രത്തെ കേന്ദ്രീകരിച്ചായി. വസ്ത്രമാണ് ലൈംഗികാതിക്രമങ്ങൾക്ക് പ്രേരകമെന്ന സന്ദേശമല്ലേ നൽകുന്നത്? പർദ്ദയാണ് സ്ത്രീക്ക് ഏറ്റവും സുരക്ഷിത വസ്ത്രമെന്ന് തെളിയിക്കുകയാണോ? തുടങ്ങിയ ചോദ്യങ്ങള് നമ്മുടെ ഈ മാധ്യമങ്ങൾ സാന്ദ്രയോട് ചോദിച്ചു. പക്ഷേ സാന്ദ്രയുടെ മറുപടി വളരെ കൃത്യമായിരുന്നു. സംഘടനയുടെ നിലവിലെ സാഹചര്യങ്ങളിൽ ഈ വസ്ത്രം സുരക്ഷിതമാണെന്നും അവരൊരു ക്രിസ്ത്യാനിയാണ്, അതായത് ഈ ബൈബിളിലെ സാറയുടെ വേഷവും ഇതായിരുന്നു എന്നാണ് അവരുടെ മറുപടി. ബൈബിളിലെ സാറ ഒരു സങ്കീർണമായ കഥാപാത്രമാണ്. അതായത് ഈ BC 1-ാം സഹസ്രാബ്ദത്തിലോ 2-ാം സഹസ്രാബ്ദത്തിലോ ആണ് സാറ ജീവിച്ചിരുന്നത്. അതായത് കൊടിയ പിതൃമേധാവിത്വത്തിന്റെയും ഈ ആൺമേൽക്കോയ്മയുടെയും ഗോത്ര ജീവിതത്തിന്റെയും ഒക്കെ ഒരു കാലം. സാമൂഹ്യമായും ഭൗതികമായും അന്നത്തെ അവസ്ഥയിലാണ് ഇത്തരം സംഘടനകളിലെ പ്രമാണിമാരും. ചരിത്രവും പൗരധർമ്മവും ഭരണഘടനയും ഒന്നും അവരുടെ തലച്ചോറിൽ കടന്നുപോലും ആ ഒരു സമയത്ത് ചെന്നിട്ടില്ല. സ്ത്രീയെ വ്യക്തിയായോ പൗരനായോ അവർ കാണുന്നുമില്ല. വെറും ശരീരമായും വസ്ത്രമായും മാത്രമേ കാണുന്നുള്ളൂ. പാവങ്ങൾക്ക് അതിനു മാത്രം അറിവും ബോധമേ ഉള്ളൂ എന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. കൂടുതൽ പോരാട്ടങ്ങൾക്ക് സാന്ദ്ര തോമസിനും ശ്വേതാ മേനോനും നന്മകൾ നേരുക മാത്രമാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക.